ഇന്ന് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ? യൂസർ ഒരു ടാസ്ക് പെർഫോം ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്സ് സ്വയം എഴുതി തയ്യാറാക്കുന്നതിനെയാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് എവ്രി പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട്സ് ആൻഡ് എൻഡ്സ് വിത്ത് മെയിൻ ഫങ്ഷൻ. അപ്പോൾ മെയിൻ ഫങ്ഷൻ എന്താണ്? മെയിൻ ഫങ്ഷൻ യഥാർത്ഥത്തിൽ ഒരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷനാണ്. ഇത് ഹെലോ എന്ന് പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം ആകട്ടെ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് കണ്ടെത്തി പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. രണ്ട് പ്രോഗ്രാംസിലും മെയിൻ ഫങ്ഷനാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ആദ്യത്തെ പ്രോഗ്രാമിലെ മെയിൻ ഫങ്ഷനിൽ ഹെലോ പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതിയത് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രോഗ്രാമിൽ രണ്ട് നമ്പേഴ്സ് റീഡ് ചെയ്ത് അതിന്റെ സമ്മ് കണ്ടെത്തി സമ്മ് പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതിയിരിക്കുന്നത്. എല്ലാ C++ പ്രോഗ്രാംസിലും മെയിൻ ഫങ്ഷൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. കാരണം പ്രോഗ്രാം എക്സിക്യൂഷൻ തുടങ്ങുന്നതും അവസാനിക്കുന്നതും മെയിൻ ഫങ്ഷനിലാണ്. ഒരു പ്രോഗ്രാമിലെ എത്ര ഫങ്ഷൻസ് ഉപയോഗിക്കാം? എത്ര ഫങ്ഷൻസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ബട്ട് there should be only one main function. മെയിൻ ഫങ്ഷനിന്റെ ഡിഫറെന്റ് എലിമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്റ് മെയിൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഫങ്ഷൻ ഹെഡർ ആണ്. Cout hello and return 0 are the body of the main function. Int is the return type of the function. Main is the name of the function and within the parenthesis the arguments are specified. ഇവിടെ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഉണ്ടോ? ഇല്ല. ഇവിടെ there are no arguments. So the function definition syntax is given as return type, function name, list of arguments followed by the statements in the function body. ഇവിടെ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നതാണ് ഫംഗ്ഷനിന്റെ ഹെഡർ. ആൻഡ് ദ സ്റ്റേറ്റ്മെന്റ്സ് വിതിൻ ദി കേർലി ബ്രേസസ് ആർ കോൾഡ് ദി ഫംഗ്ഷൻ ബോഡി. അതായത് ഒരു ഫംഗ്ഷൻ ഹെഡറും ഫംഗ്ഷൻ ബോഡിയും കൂടി ചേരുമ്പോഴാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ കംപ്ലീറ്റ് ആകുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു വാലിഡ് ഡേറ്റ ടൈപ്പ് ആയിരിക്കണം. ഫംഗ്ഷൻ നെയിം എന്നുള്ളത് ഒരു വാലിഡ് ഐഡന്റിഫയർ ആയിരിക്കും. ആർഗ്യുമെന്റ്സ് നിർബന്ധമല്ല, അത് ഓപ്ഷണൽ ആണ്. ബട്ട് ഇഫ് എനി ആർഗ്യുമെന്റ് ഇസ് പ്രസന്റ് ഇറ്റ് മസ്റ്റ് ബി ഇൻ ദി ഫോം ഓഫ് ഡേറ്റ ടൈപ്പ് ഫോളോഡ് ബൈ ദി വേരിയബിൾസ് സെപ്പറേറ്റഡ് ബൈ കൊമ സെപ്പറേറ്റഡ്. ഓരോ ആർഗ്യുമെന്റിനും അതിൻ്റെതായ ഡേറ്റ ടൈപ്പ് സെപ്പറേറ്റ് ആയിട്ട് നൽകണം. അടുത്തതായിട്ട് രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് കാണാനുള്ള ഈ പ്രോഗ്രാമിനെ എങ്ങനെ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എഴുതാം എന്നുള്ളത് പഠിക്കാം. മെയിൻ ഫങ്ഷൻ ബോഡിയിലെ റിട്ടേൺ 0 എന്ന സ്റ്റേറ്റ്മെന്റ് ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് വോയിഡ് സം എന്ന് പറയുന്ന ഫങ്ഷനിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ആക്കി മാറ്റി. ഇനി ഈ സം ഫങ്ഷൻ മെയിൻ ഫങ്ഷനിൽ നിന്നും കോൾ ചെയ്യണം. മെയിൻ ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് സം റീഡ് ചെയ്യുമ്പോൾ പ്രോഗ്രാം കൺട്രോൾ മെയിൻ ഫങ്ഷനിലേക്ക് വരുന്നു. സം ഫങ്ഷനിലെ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ദ പ്രോഗ്രാം കൺട്രോൾ ഗോസ് ടു ദി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതായത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ മെയിൻ ഫങ്ഷനിൽ നിന്ന് പ്രോഗ്രാം കൺട്രോൾ സം ഫങ്ഷനിലേക്ക് പോകുന്നു. സം ഫങ്ഷനിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പ്രോഗ്രാം കൺട്രോൾ മെയിൻ ഫങ്ഷനിലെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്നു. ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് കോൾഡ് ദ ഫങ്ഷൻ കോൾ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദിസ് ഇസ് ദി കോൾഡ് ഫങ്ഷൻ. സോ വെൻ എ ഫങ്ഷൻ ഇസ് കോൾഡ് the program control jumps to the called function, executes the statements and then returns the control to the next statement in the calling function. ഇവിടെ മെയിൻ ആണ് കോളിംഗ് ഫംഗ്ഷൻ. ഏതാണ് കോൾ ചെയ്യപ്പെടുന്ന ഫംഗ്ഷൻ? സം ആണ് കോൾ ചെയ്യപ്പെടുന്ന ഫംഗ്ഷൻ, ദി കോൾഡ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനിൽ എത്ര ആർഗ്യുമെന്റ്സ് ഉണ്ട്? 0 ആർഗ്യുമെന്റ്സ്. ആർഗ്യുമെന്റ്സ് ഒന്നും തന്നെ ഇല്ല. ഈ ഫംഗ്ഷനിന്റെ റിട്ടേൺ ടൈപ്പ് എന്താണ്? വോയിഡ്, അതായത് ഒന്നും റിട്ടേൺ ചെയ്യണില്ല. ഒന്നും റിട്ടേൺ ചെയ്യാത്ത ഫംഗ്ഷൻ ആണെങ്കിൽ പോലും ഫംഗ്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം കോളിംഗ് ഫംഗ്ഷനിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് കൺട്രോൾ പോയിരിക്കും. സോ നൗ ലെറ്റ്സ് സീ ഹൗ ദ സെയിം ടാസ്ക് ക്യാൻ ബി പെർഫോംഡ് ഇൻ ഡിഫറെന്റ് സ്റ്റൈൽസ് based on the return type and the arguments.
സമ്മ് കണ്ടെത്തേണ്ട രണ്ട് നമ്പേഴ്സ് എയും ബിയും ആർഗ്യുമെന്റ്സ് ആയിട്ട് ലഭിക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ്സിന്റെ ആവശ്യമില്ല. സ്റ്റേറ്റ്മെന്റ്സ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ വോയിഡ് സം ഇന്റ് എ കമ ഇന്റ് ബി ആൻഡ് ഇന്റ് എസ്. സോ ദിസ് ഈസ് ദ സെക്കൻഡ് മെത്തേഡ്. ഇവിടെ എയും ബിയും ആർഗ്യുമെന്റ്സ് ആയിട്ട് ലഭിച്ചത് കൊണ്ട് അത് വീണ്ടും ഇവിടെ ഡിക്ലെയർ ചെയ്യുകയോ റീഡ് ചെയ്യുകയോ ചെയ്തില്ല. മൂന്നാമത്തെ മെത്തേഡിൽ സി ഔട്ട് സം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് റിട്ടേൺ എസ് സ്റ്റേറ്റ്മെന്റ് വെച്ച് റീപ്ലേസ് ചെയ്യാണ്. എസിന്റെ ഡേറ്റ ടൈപ്പ് എന്താണ്? ഇന്റ്. സോ ദി റിട്ടേൺ ടൈപ്പ് മസ്റ്റ് ബി ഇന്റ്. നാലാമത്തെ മെത്തേഡ് രണ്ടാമത്തെയും മൂന്നാമത്തെയും മെത്തേഡിന്റെ കോമ്പിനേഷനാണ്. നാലാമത്തെ മെത്തേഡിൽ ഇൻപുട്സ് എ ആൻഡ് ബി റീഡ് ചെയ്യുന്നതിന് പകരം നമ്മളത് ആർഗ്യുമെന്റ്സ് ആയിട്ട് പാസ് ചെയ്യുന്നു. അതേപോലെ തന്നെ സി ഔട്ട് സം ഡിസ്പ്ലേ സ്റ്റേറ്റ്മെന്റിന് പകരം നമ്മൾ ഈ ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നതായിട്ട് മാറ്റും. സോ ദീസ് ആർ ദി 4 styles in which a function can be written. In the first method there are no arguments and no return value. In the second method there are arguments but there is no return value. In the third method there are no arguments but the function returns a value. And in the fourth method the function has arguments as well as returns a value. എങ്ങനെ ഈ ഫങ്ഷൻസ് മെയിൻ ഫംഗ്ഷനിൽ നിന്ന് കോൾ ചെയ്യാം എന്നുള്ളതും എങ്ങനെ റിട്ടേൺ ചെയ്ത വാല്യൂ മെയിൻ ഫംഗ്ഷനിൽ ഡിസ്പ്ലേ ചെയ്യാം എന്നുള്ള കോൺസെപ്റ്റ്സിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം.